നമ്മുടെ സബ് എഞ്ചിനീയറിന്റെ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് അടുത്ത് തന്നെ വരുന്നൊക്കെ നോക്കാം. ഒരു 6 മാസം എനിക്ക് ഞാൻ ഓൾറെഡി നമ്മുടെ വെബിനാറൊക്കെ നമ്മൾ ചെയ്തതാണ്. വെബിനാറിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻസ്പെക്ടറേറ്റിന്റെ ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. സോ ഈ ഒരു സെഷൻ കൊണ്ട് സബ്ജക്റ്റിലോട്ട് കടക്കുന്നില്ല. അതിന് മുന്നേ ഇപ്പോ കുറെ പേര് ബ്രേക്ക് എടുത്തിട്ട് വരുന്ന ആൾക്കാർ കാണും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണും. അപ്പൊ ബ്രേക്ക് എടുത്ത് വരുന്ന ആൾക്കാരെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഏറ്റവും ബേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സിലബസിലേക്ക് കടക്കുന്നതായിരിക്കും. നിങ്ങൾക്കും അല്ലെങ്കിൽ സബ്ജക്റ്റിൽ നിന്ന് ടച്ച് വിട്ടുപോയ കാൻഡിഡേറ്റ്സിനൊക്കെ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനു മുന്നേ ഉള്ള എക്സാംസിനൊക്കെ ആണെങ്കിൽ നമ്മൾ സിലബസ് ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറെ കുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽസ് ഒരു ടച്ച് വിട്ടു പോയത് കൊണ്ട് അവർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊരു ഒപ്പീനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാം പ്രീവിയസ് സിലബസ് ഒക്കെ റെഫർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? കറണ്ടിനെ പറ്റിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിനേക്കാൾ മുന്നേ നമുക്ക് ചാർജ് എന്താണെന്ന് നോക്കണത്. ബേസിക്കലി എന്താണ് ഈ ചാർജ് എന്ന് പറയുന്നത്? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ചാർജ് എന്ന് പറയുന്നത്. അതൊരു ഒരു പാർട്ടിക്കിൾ ആണ്. അപ്പൊ ആ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി ആണ്. ആ പെക്യുലാരിറ്റിയാണ് ഈ പറയുന്ന ചാർജ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു പാർട്ടിക്കിളിന് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഒരു പോസിറ്റീവ് കണ്ടീഷനിങ് കാണും, നെഗറ്റീവ് കണ്ടീഷനിങ് കാണും ഇല്ലേ. ആ ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് കണ്ടീഷനെയാണ് നമ്മൾ ചാർജ് എന്നുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ കറണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ എന്താണ് ഈ പറയുന്ന കറണ്ട് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ കൂടി ഇലക്ട്രോൺസ് കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ആ മീഡിയത്തിനെ തന്നെ നമ്മൾ പലതരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ കണ്ടിന്യൂസ്ലി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കണ്ടക്ടർ എന്ന് വിളിക്കും. ദെൻ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, ദെൻ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന പല പല ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു മീഡിയത്തിൽ കൂടി കണ്ടിന്യൂസ്ലി ഒരു ചാർജ് പാർട്ടിക്കിൾ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട് എന്ന് പറയുന്നത് അല്ലെ. വേഗമായിട്ടാണ് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു ചാർജ്, ആ ചാർജ് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ചാർജ് ഹോൾഡ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾ ഒരു മീഡിയത്തിൽ കൂടി കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. ആ പാർട്ടിക്കിളിനെ നമ്മൾ ഏത് യൂണിറ്റ് ഇട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? കുളംബ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ. ആ പാർട്ടിക്കിളിന്റെ ചാർജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കുളംബാണ്. അപ്പോൾ ഒരു certain amount ഓഫ് കുളംബ്സ് ഒരു പാത്തിൽ കൂടി കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു കറണ്ട് എന്ന് വിളിക്കാം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞു ഒരു പാത്ത് ഉണ്ടാവും, ആ പാത്തിൽ കൂടി ഒരു certain കുളംബ് ഓഫ് ചാർജസ് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കറണ്ട് എന്ന് വിളിക്കുന്നത് പറഞ്ഞത്. അപ്പൊ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ കൂടി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റീജിയനിൽ കൂടി 1 കുളംബ് ചാർജ് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡിൽ 1 കുളംബ് ചാർജ് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ 1 ആംപിയർ കറണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുക. ഈ ഒരു ഇമേജിൽ ഈ ഒരു പോർഷൻ എടുക്കുക. ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. ആ ഒരു പോർഷനിൽ ഒരു സെക്കൻഡിൽ 1 കുളംബ് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കും. എന്ത് വിളിക്കാൻ സാധിക്കും? ഇവിടെ 1 കുളംബ് ഓഫ് ചാർജസ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാൻ സാധിക്കും 1 ആംപിയർ കറണ്ട് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഈ 1 കുളംബ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്രീവിയസ്ലി PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1 കുളംബിന്റെ വാല്യൂ, 1 കുളംബ് ചാർജ് എന്ന് വെച്ചാൽ എത്രയാണ്? 6.24 × 10⁻⁴
18 ഇലക്ട്രോൺസ് ആണ്. 6.24 into 10⁻18 ഇലക്ട്രോൺസ് ആണ് 1 കുളംബ് ചാർജ് എന്ന് പറയുന്നത്. പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1 കുളംബ് റീസെന്റ് അല്ല, ഒരു 10 years ബാക്സ് നമ്മുടെ ഇലക്ട്രിക്കലിന്റെ തന്നെ ഏതൊരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. 1 കുളംബ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. 6.24 into 10⁻18 ആണ് ചാർജസിനെയാണ് നമ്മൾ 1 കുളംബ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇത്രത്തോളം ചാർജസ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടി ഫ്ലോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയാൻ സാധിക്കും 1 amps ഓഫ് കറണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് ഒരു കറണ്ടിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കറണ്ടിന്റെ അപ്പൊ ഈ ഒരു കറണ്ട് പാസ് ചെയ്ത് പോയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിനെ നമുക്ക് ഒരു യൂണിറ്റിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? അപ്പൊ ഈ കറണ്ടിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ആംപ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആംപിയർ എന്ന് പറയുന്നതാണ് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? കറണ്ടിന്റെ ഡെഫിനിഷൻ എന്താ? ഒരു സെക്കൻഡിൽ ഇത്രയും 1 കുളംബ് ഓഫ് ചാർജ് ഫ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ 1 amps എന്ന് വിളിക്കുന്നത്, അല്ലെ? സോ കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം, Q by T, ചാർജ് ബൈ ടൈം. അപ്പൊ 1 amps എന്ന് പറയുന്നത് 1 കുളംബ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, 1 amps എന്ന് പറയുന്നത് 1 കുളംബ്സ് ഇൻ 1 സെക്കൻഡ്. സോ കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to Q by T, ചാർജ് ബൈ ടൈം എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഇത് നോട്ട് ചെയ്ത് വെക്കുക. പല ചെറിയ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള കേസാണ്. കറണ്ടിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്ത് വെക്കുക. കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to Q by T ആണ്. സോ ഇതിൽ Q എന്ന് പറയുന്നത് കുളംസ് ആണ്, T എന്ന് പറയുന്നത് ഇൻ സെക്കൻഡ്സ് ആണ്, I എന്ന് പറയുന്നത് ഇൻ ആംപ്സ് ആണ്. സോ ഇതാണ് ബേസിക് ആയിട്ട് ഒരു കറണ്ടിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ കറണ്ട് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 1 കുളംബ് ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറയാൻ സാധിക്കും. ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കറണ്ടിനെ തന്നെ നമുക്ക് DC AC ആയിട്ടൊക്കെ നമുക്ക് പറയാമല്ലോ. അത് നമുക്ക് കറണ്ട് ജനറേഷനിലെ വോൾട്ടേജ് ജനറേഷന്റെ കേസസിലോട്ടൊക്കെ വരുമ്പോഴേക്കും DC AC ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ബട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു സ്റ്റഡി ആയിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണ് കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാൻ സാധിക്കും? ഡയറക്റ്റ് കറണ്ട്. ഈ ഒരു ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കാൻ സാധിക്കും. നമ്മുടെ ബാറ്ററിയുടെ ഒക്കെ നമുക്ക് അറിയാമല്ലോ. ദെൻ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ്. ദെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ എന്താ? വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻസ്റ്റന്റേനിയസ് വാല്യൂ വേരി ചെയ്യുകയാണ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. സോ ഓരോ ഇൻസ്റ്റന്റിലും ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലും അതിന്റെ വാല്യൂ വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കും ഒരു ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ദെൻ കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ്? അമ്മീറ്റർ. മെഷർമെന്റ്സിൽ നിങ്ങൾ പഠിക്കും. അമ്മീറ്ററിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അമ്മീറ്റർ ആണ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ കറണ്ടിനെ പറ്റി പഠിച്ചു. കറണ്ട് വെറുതെ ഇങ്ങനെ ഫ്ലോ ചെയ്യും? ഒരിക്കലും നമുക്ക് വെറുതെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഒരു സെക്കൻഡിൽ 1 കുളംബ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം. ബട്ട് ഈ ഒരു കറണ്ട് വെറുതെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യത്തില്ലല്ലോ. അവിടെ എന്തെങ്കിലും ഒരു പുഷ് അല്ലെങ്കിൽ ഒരു എനർജി വേണമല്ലോ. ആ ഒരു പുഷ് അല്ലെങ്കിൽ ആ ഒരു എനർജിനെയാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുക അല്ലെങ്കിൽ ആ ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു എനർജിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് നമുക്ക് വെറുതെ ഫ്ലോ ചെയ്യത്തില്ല. ആ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഒരു എനർജി വേണം, അല്ലെങ്കിൽ ഒരു പുഷ് വേണം, അല്ലെങ്കിൽ ഒരു ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പം ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു എനർജിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സഫീഷ്യന്റ് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പോസിറ്റീവ്, ഇവിടെ ഒരു ബാറ്ററിയാണിത്. ഇവിടെ കുറെ പോസിറ്റീവ് എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, കുറെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഇങ്ങനെ കൂടി കെട്ടി കിടക്കുകയാണ്. അപ്പൊ എന്താ ബേസിക്കലി അവിടെ അവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീലി മൂവ് ചെയ്യാൻ വേണ്ടി ഒരു 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 ഫ്രീ സ്പേസ് ഒന്നും ഇല്ല നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നേരെ ഒരു കണ്ടക്റ്റിംഗ് മീഡിയം എടുത്തിട്ട് ഈ ഒരു ടെർമിനലിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് നേരെ ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ഓക്കെ,
അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയുള്ള ഇലക്ട്രോൺസിനൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം അവന്മാരുടെ കണ്ണിൽ പെടുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ ഇടിച്ചു കുത്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവന്മാര് കുറച്ചും കൂടെ ഫ്രീ സ്പേസിലോട്ട് പോകാനുള്ള താല്പര്യപ്പെടുത്തുന്നു. അപ്പോൾ കറണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്റൻസ് കുറവുള്ള റീജിയനിൽ കൂടി ട്രാവൽ ചെയ്ത് അവൻ ഒരു മറ്റൊരു ടെർമിനൽ എത്തുക എന്നാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഇവിടെ കുറെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ വന്ന് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺസ് നോക്കുമ്പോൾ ഇവിടെ കുറെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനാണ് ബേസിക്കലി നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് ഇലക്ട്രോൺസ് ഈ ഒരു ഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് എത്തുകയും അവിടെ ഒരു കറണ്ട് ഫ്ലോ സംഭവിച്ചു എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിനെ മോഷനിലേക്ക് തള്ളിവിടാനുള്ള ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ EMFന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനിഷനിൽ എങ്ങനെ പറയാൻ സാധിക്കും? എ വോൾട്ടേജ് ഓർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദ എനർജി റിക്വയർഡ് ടു മൂവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു എനർജിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ കുളം. ജൂൾസ് പെർ കുളമ്പാണ് ഇപ്പോഴത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ നിങ്ങൾ വൃത്തിക്ക് ഇലക്ട്രോമാഗ്നറ്റിക്സ് പഠിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലായിക്കോളും. ഇലക്ട്രോമാഗ്നറ്റിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പൊട്ടൻഷ്യൽ, അതിന്റെ കുറച്ച് പെക്യുലാരിറ്റീസ്, അതിന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ബട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് നമുക്ക് കറണ്ടിന്റെ ഒരു ഫ്ലോ നമുക്ക് ലഭിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ്. ഓക്കെ, സോ ഇത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ ആണ് മെഷർമെന്റ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് വരുന്നത് എന്താ? പവർ ആണ് വരുന്നത്, അല്ലെ? മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വോൾട്ടേജിനെ പറ്റി പഠിച്ചു, കറണ്ടിനെ പറ്റി പഠിച്ചു. നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞു ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തു പോവുകയാണ്, ഒരു കണ്ടക്ടിങ് മീഡിയത്തിൽ കൂടി ഫ്ലോ ചെയ്തു പോവുകയാണ്. ആ ഒരു കണ്ടക്ടിങ് മീഡിയം ഒരിക്കലും ഐഡിയൽ ആയിരിക്കത്തില്ല. ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കാണും, ഒരു ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി കാണും, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീവ് പ്രോപ്പർട്ടി കാണും, അല്ലെ? അപ്പം ഈ ഒരു കറണ്ട് ഈ ഒരു മീഡിയത്തിൽ കൂടി ഫ്ലോ ചെയ്തു പോകുമ്പോൾ അവിടെ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യും. അത് ആ ഒരു മീഡിയത്തിന്റെ ഒരു പെക്യുലാരിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് ഇങ്ങനെ ഒരു കണ്ടക്ടിങ് പാത്തിൽ കൂടി ഫ്ലോ ചെയ്ത് പോകുമ്പോൾ ആ ഒരു കണ്ടക്ടിങ് മീഡിയം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു എലമെന്റ് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യും. ഓക്കെ, അതിനെയാണ് ആ ഒരു എന്താ എനർജിയുടെ അബ്സോർപ്ഷൻ ഓർ ലിബറേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒരു സർട്ടൻ പവർ എന്നുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഒരു സർട്ടൺ ടൈമിൽ, ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ എത്രത്തോളം വർക്ക് ചെയ്തു അതിനെയാണ് നമ്മൾ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സർട്ടൺ ഫിക്സഡ് ടൈം ഇന്റർവെല്ലിൽ എത്രത്തോളം വർക്ക് നമ്മൾ അവിടെ ഒന്നില്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തു, അതിനെയാണ് നമ്മൾ ഒരു പവർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? P ഈസ് ഈക്വൽ ടു dW/dt. W എന്ന് പറയുന്ന വർക്കാണ്, വർക്ക് ബൈ ടൈം ആണ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു സർട്ടൺ ടൈം പീരീഡിൽ എത്രത്തോളം വർക്ക് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം എനർജി ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്തു, അതിനെയാണ് നമ്മൾ പവർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ dW/dt. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. dQ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ചാർജ് വെച്ച് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ചാർജ് വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ dW/dQ, വർക്ക് ബൈ ചാർജ് ഇൻറ്റു ചാർജ് ബൈ ടൈം. ഈ ചാർജ് ബൈ ടൈം എന്താ? നമ്മൾ നേരത്തെ പഠിച്ചു. ചാർജ് ബൈ ടൈം Q/T എന്ന് പറയുന്നത് നമ്മൾ തൊട്ടും പഠിച്ചാണ്. എന്താണ് അത്? കറണ്ട് ആണ്, അല്ലെ? വർക്ക് ബൈ
ക്യൂ, ഡി ഡബ്ല്യു ബൈ ഡി ക്യൂ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ആണ്. അതായത് ഡി ഡബ്ല്യു ബൈ ഡി ക്യൂ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു ചാർജിനെ മറ്റൊരു ചാർജ്, നമ്മൾ തൊട്ട് മുമ്പ് സ്ലൈഡിൽ നമ്മൾ പഠിച്ചല്ലോ, മൂവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്, ദ എനർജി റിക്വയർഡ് ടു മൂവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ, അല്ലെ? ഇതല്ലേ വർക്ക് പെർ ചാർജ്. ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അഗെയിൻ ഇതിനെപ്പറ്റി ഡെപ്ത് ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക്സ് പഠിക്കുന്നുണ്ട്, ജസ്റ്റ് മനസ്സിലേക്ക് വെക്കുക. സോ ഡി ഡബ്ല്യു ബൈ ഡി ക്യൂ എന്ന് പറയുന്നത് വോൾട്ട് ആണ്. സോ ഇത് ഐ എന്ന് നമുക്കറിയാം, ഇത് വി ആണെന്ന് നമുക്കറിയാം. സോ വോൾട്ട് ഇൻറ്റു കറണ്ട്, വോൾട്ട് ഇൻറ്റു ഐ ആണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. സോ പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്നാണ് നമുക്ക് പവറിന്റെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷനിൽ പറയാൻ സാധിക്കുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ് അതിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഈ പവറിനെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അത് ഡിപ്പെൻഡിങ് അപ്പോൾ എനർജി നമ്മൾ അബ്സോർബ് ചെയ്യാണ്, ലിബറേറ്റ് ചെയ്യുകയാണ് എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പ്ലസ് ആയിട്ടും മൈനസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ പവറിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമ്മൾ പവർ എന്താ അബ്സോർബ് ചെയ്യുകയാണെന്നുള്ളത്, നമുക്ക് റെസിസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, റെസിസ്റ്റർ പാസീവ് കമ്പോണൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പവർക്ക് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. പവർ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് സൈൻ ആയിട്ടും, നേരെ മറിച്ച് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മൈനസ് സൈനും ഒക്കെ ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ പവർ എന്താണെന്ന് മനസ്സിലാക്കുക. പി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഐ ആണ്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ, അപ്പാരന്റ് പവർ, റിയാക്റ്റീവ് പവർ, റിയൽ പവർ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കമന്റ് സ്ലൈഡ്സിലൊക്കെ അതിൽ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. എനർജി എന്താണ്? എനർജി നമ്മൾ നേരത്തെ വർക്കിനെ അല്ലെങ്കിൽ പവറിനെ പറ്റി പഠിച്ചു, അല്ലെ? ഈ പവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടൺ ഒരു കപ്പാസിറ്റി വേണ്ടി വരും. ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എനർജി എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു ഡു വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വർക്ക് ചെയ്യാനുള്ള ആ ഒരു ശേഷിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. സോ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അതിന്റെ യൂണിറ്റ് വരുന്നത് ജൂൾസ് ആണ് വരുന്നത്. സോ എനർജി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t. ഒരു സർട്ടൺ ടൈം പീരീഡ് ആണ് നമ്മൾ നോക്കുന്നത്. 0 to t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ പി വിത്ത് റെസ്പെക്ട് ടു ടി. സോ 0 ഇന്റഗ്രൽ പി ഡി ടിനെയാണ് നമുക്ക് എനർജി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ വാട്ട് അവർ, കിലോ വാട്ട് അവറിലാണ് നമ്മൾ യൂഷ്വലി നമ്മൾ ഈ പറയുന്ന എനർജിനെ കാൽക്കുലേറ്റ് ചെയ്ത്, നിങ്ങൾ എനർജി മീറ്റർ ഒക്കെ നോക്കുന്നുണ്ടല്ലോ. സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, സ്പീഡ് കുറയ്ക്കാം. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ് നമ്മുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ എനർജി മീറ്ററിൽ ഇറങ്ങി നോക്കുക, അതിനകത്ത് KWH ആ മീറ്റർ റീഡിംഗ് ഉണ്ടായിരിക്കുമല്ലോ. ആ മീറ്റർ റീഡിങ്ങിന്റെ ഇപ്പറയായിട്ട് KWH എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. സോ കിലോ വാട്ട് അവർ ആണ് ഈ പറയുന്ന എനർജിയുടെ യൂണിറ്റ്, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഈ താഴെ എഴുതിയിരിക്കുന്ന 1 വാട്ട് അവർ, ഇത് PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. PSC എനിക്ക് തോന്നുന്നു ഇത് തൊട്ട് മുമ്പത്തുണ്ടായിരുന്നതിന്റെ അതിന് മുന്നേ ഉണ്ടായിരുന്ന എയുടെ ചോദ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. 1 കിലോ വാട്ട് അവർ എത്ര ജൂൾസ് ആയിരുന്നു എന്നായിരുന്നു PSCയുടെ ചോദ്യം. സോ 1 വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3600 ജൂൾസ് ആണ്. സോ PSCക്ക് നേരത്തെ ചോദിച്ച ചോദ്യമാണ്, സബ്ബിലൊക്കെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. സോ 1 വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3600 ജൂൾസ് ആണ് എന്നുള്ള യൂണിറ്റ് കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇത്രയും ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, പവർ, എനർജി, ഇതിന്റെ എല്ലാം സെപ്പറേറ്റ് ഇക്വേഷൻസും ഡിഫറെന്റ് ഇക്വേഷൻസും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഒരു ബേസിക്കിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് പഠിച്ചു തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി വേറെ സബ്ജക്റ്റിലേക്ക് പോകാതെ ഫണ്ടമെന്റൽ ബേസിക് ഇലക്ട്രിക്കലും ഇലക്ട്രോ മാഗ്നറ്റിക്സും പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സബ്ജക്റ്റിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ കുറെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. സോ എന്താണ് കറണ്ട് എന്നുള്ള കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് എന്താണ് വോൾട്ടേജ്, EMF എന്താണ്,
കറണ്ട് എന്താണ്, പവർ എന്താണ്, എനർജി എന്താണ്. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐ മീൻ ഇമ്പോർട്ടന്റ് സെൻസ് നേരത്തെ എക്സാംസിന് വന്നിട്ടുള്ള കേസാണ്. ഒന്ന് 1 വാട്ട് അവർ ഈസ് ഈക്വൽ ടു എത്ര ജൂൾസ് ആണ്, 1 കുളം എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് ആണ് എന്നുള്ള ചോദ്യം പ്രീവിയസ് PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കേസാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് വരുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുക. നമുക്ക് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഇത് പ്യുവർലി ഇപ്പം പറഞ്ഞിരിക്കുന്നതൊന്നും പ്യുവർലി സിലബസ് ബേസ്ഡ് അല്ല. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് സിലബസ് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കുറച്ച് കോൺസെപ്റ്റുകൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, സിലബസ് എല്ലാം നമുക്ക് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് പ്യുവർലി സിലബസ് ബേസ് ചെയ്ത് പോകാം. ഇപ്പം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നെക്സ്റ്റ് ക്ലാസ് വരുമ്പോഴേക്കും. നമ്മൾ സർക്യൂട്ട് ഒക്കെ പഠിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ബിടെക് പഠിക്കുമ്പോൾ നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ പല സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ സർക്യൂട്ട്, നെറ്റ്വർക്ക് എന്നൊക്കെ വേർഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ പറയുന്ന സർക്യൂട്ടും നെറ്റ്വർക്ക്സും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ആദ്യം നോക്കേണ്ടത്. സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താ? സർക്യൂട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ടിന് ഒഴുകി ഒരു പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒഴുകി പല എലമെന്റ്സിൽ കൂടി കടന്ന് എനർജി ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തിരിച്ച് മറ്റൊരു ടെർമിനലിൽ എൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലോസ്ഡ് പാത്ത് അവിടെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്നുകൊണ്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ പല ടൈപ്പ് ഓഫ് സീരീസ് കണക്ഷൻ കാണാം, പാരലൽ കണക്ഷൻ കാണാം, അതിന്റെ കോമ്പിനേഷൻസ് കാണാം, ആക്റ്റീവ് എലമെന്റ്സ് കാണാം, പാസീവ് എലമെന്റ്സ് കാണാം, അങ്ങനെ പലതും കാണാം. ബട്ട് അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് നിലനിൽക്കണം. ഇവിടെ നോക്കുക, ഇവിടെ ഇവിടെ സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫിഗർ നമ്പർ 2 നോക്കുക. ഇവിടെ സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ L2, R2, R3, R4 എന്ന് പറയുന്ന ഒരു ലൂപ്പ് ഉണ്ട്. അല്ലെങ്കിൽ L2, R2, L1, R1, C, R4 അല്ലാന്നുണ്ടെങ്കിൽ R1, C1, R3 എന്ന് പറയുന്ന ലൂപ്പ്. അതിന്റെ ക്ലോസ്ഡ് പാത്ത് അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്നുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താ? ബേസിക്കലി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പാത്ത് വേണമെന്നൊന്നും ഇല്ല. നിങ്ങൾ പണ്ട് പവർ സിസ്റ്റത്തിലൊക്കെ പഠിക്കുമ്പോൾ പൈ നെറ്റ്വർക്ക്, ടി നെറ്റ്വർക്ക് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ ഒരിക്കലും പൈ സർക്യൂട്ട്, ടി സർക്യൂട്ട് എന്നൊന്നല്ല പറയുന്നത്, നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അത് എവിടെയാ പഠിച്ചേ? നിങ്ങൾ ഫിൽട്ടർ ഡിസൈൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ബേസിക്കലി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലോസ് സർക്യൂട്ട് വേണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അവിടെ കുറെ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ആ എലമെന്റ്സിൽ കൂടി ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം അങ്ങ് ചെയ്യുകയാണ്. ബേസിക്കലി ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഒരു 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 അറേഞ്ച്മെന്റ് ആയിരിക്കും. ഒരു വലിയ സർക്യൂട്ടിന്റെ ഈക്വലന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, സോ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. ഈ പറയുന്ന ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആണ്. ട്രാൻസ്മിഷൻ ലൈനിന്റെ റെപ്രസെന്റേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു വലിയ സർക്യൂട്ടിന്റെ ഒരു ഈക്വലന്റ് റെപ്രസെന്റേഷൻ ആകാം, എന്ത് വേണേലും ആകാം. ഓക്കെ, അവിടെ ഒരു നെറ്റ്വർക്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് വേണം എന്ന് നിർബന്ധമില്ല. ബട്ട് ഇൻ ടേംസ് ഓഫ് സർക്യൂട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഇവിടെ ഫിഗർ നമ്പർ 1 നോക്കുക. ഇത് എന്ന് പറയുന്ന ഒരു ടി നെറ്റ്വർക്ക് ആണ്. ഒരു ടി ഷേപ്പിലുള്ള ഒരു നെറ്റ്വർക്ക് ആണ്. ഈ ഒരു ലെഗിൽ ഒരു പാരലൽ ലെഗിൽ C ഉണ്ട്, ഒരു ഇൻപുട്ട് ടെർമിനലിൽ R1, ഔട്ട്പുട്ട് പോർട്ടിൽ L ആൻഡ് R2. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ ടെർമിനലായിട്ടാണ് കിടക്കുന്നത് അല്ലെ. ഇതിനെ നമ്മൾ അതുകൊണ്ട് ഒരു നെറ്റ്വർക്ക് എന്ന് വിളിക്കാൻ സാധിക്കും. ഇതൊരിക്കലും ഒരു സർക്യൂട്ട് ആയിട്ട് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓൾ ഇലക്ട്രിക് സർക്യൂട്ട് ആർ ഇലക്ട്രിക് നെറ്റ്വർക്ക്. എല്ലാ സർക്യൂട്ടുകളും ഒരു നെറ്റ്വർക്കാണ്, ബട്ട് തിരിച്ച് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ മനസ്സിലുണ്ടായിരിക്കും. കാരണം പല സ്ഥലത്തും നമ്മൾ ചില സ്ഥലങ്ങളിൽ സർക്യൂട്ട് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് എന്ന് പറയും.
അപ്പൊ ഈ പറയുന്ന സർക്യൂട്ടും നെറ്റ്വർക്കും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരിക്കലും ചിന്തിക്കരുത് എന്തുകൊണ്ട് അതിനെ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു, നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു, പിന്നീട് സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ പറയുന്ന നെറ്റ്വർക്കിനെയൊക്കെ നമുക്ക് പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അവരുടെ ഒരു പെരുമാറ്റവും അവരുടെ ഒരു പെക്യുലാരിറ്റി ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന നെറ്റ്വർക്സിനെയൊക്കെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതിനകത്തുള്ള ഒരു ഒരു 1, 2, 3, 4 ഐറ്റംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ആക്റ്റീവ് എലമെന്റ് ആൻഡ് പാസീവ് എലമെന്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. നെക്സ്റ്റ് ബൈലാറ്ററൽ, യൂണിലാറ്ററൽ, ലംപ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ്. അപ്പോൾ 4, 4, 8 ഐറ്റംസ് ആയിട്ട് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് നെറ്റ്വർക്ക് എലമെന്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുമ്പ് എന്താണ് ഈ നെറ്റ്വർക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഈ ഒരു നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ R1 ഉണ്ട്, C ഉണ്ട്, L ഉണ്ട്, R2 ഉണ്ട്. ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിലും L2, R2, L1, R1, C, R3, R4 എന്നൊക്കെ പറയുന്ന പല 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 കമ്പോണന്റുകളുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന കമ്പോണന്റുകളെയൊക്കെയാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് എലമെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ള റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസും സംഭവങ്ങളൊക്കെ അതിനെയാണ് നമ്മൾ എലമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവന്മാരുടെ ഒരു നേച്ചർ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ 8 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 8 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്റ്റീവ് എലമെന്റ് ആൻഡ് പാസീവ് എലമെന്റ്. എന്താണ് ആക്റ്റീവ് എലമെന്റ്, എന്താണ് പാസീവ് എലമെന്റ്? പേരിൽ തന്നെയുണ്ട്, ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നവനാണ് ആക്റ്റീവ് എലമെന്റ്, പാസീവ് ആയിട്ട് നിൽക്കുന്നതാണ് പാസീവ് എലമെന്റ്. എന്താണ് ഈ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു എലമെന്റിന് ഒരു പവർ ഡെലിവർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് എലമെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു വോൾട്ടേജ് സോഴ്സ് എടുക്കാം. ആ വോൾട്ടേജ് സോഴ്സ് എന്താ ചെയ്യുന്നത്? അവൻ ആ നെറ്റ്വർക്കിലേക്ക് ഈ ഒരു എനർജിയെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവൻ ഒരു നെറ്റ്വർക്കിലേക്ക് എനർജിയെ ഇങ്ങനെ ഫെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ആക്റ്റീവ് എലമെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്റ്റീവ് എലമെന്റ്സ് ഡെലിവേഴ്സ് പവർ. Active elements delivers power to the other elements which are present in the electric circuit. സർക്യൂട്ടിലുള്ള ബാക്കി എലിമെന്റിലേക്ക് ഇവൻ പവർ കൊടുത്തുകൊണ്ടിരിക്കും. ബട്ട് ചില കണ്ടീഷനിലൊക്കെ ഇവന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ റീജനറേറ്റീവ് കണ്ടീഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പവർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മെഷീൻസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. റീജനറേറ്റീവ് കണ്ടീഷൻ എന്താ? റീജനറേറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പൽഷൻ കണ്ടീഷൻ. ഒരു മോട്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മോട്ടറിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഴ്സിൽ നിന്ന് പവർ നേരെ ലോഡിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ സിമ്പിൾ മോട്ടറിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ. നേരെ മറിച്ച് റീജനറേറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റീജനറേറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ലോഡിൽ നിന്ന് തിരിച്ച് സോഴ്സിലേക്ക് ഫെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലോഡിൽ നിന്ന് തിരിച്ച് സോഴ്സിലേക്ക് ഫെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റീജനറേറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് എടുക്കാം. ഇലക്ട്രിക് വെഹിക്കിൾ സിമ്പിൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും മോട്ടോർ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോൾ ഒരു PM അല്ലെങ്കിൽ ഇൻഡക്ഷൻ മെഷീൻ ആണെന്ന് വിചാരിക്കുക. ഇൻഡക്ഷൻ മെഷീൻ വെച്ച് നമ്മൾ EV പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുന്നു, പല പല കൺവേർട്ടേഴ്സിൽ കൂടെയൊക്കെ പോകുന്നു, നേരെ മോട്ടറിലേക്ക് കൊടുക്കുന്നു, ഇൻഡക്ഷൻ മെഷീനിലോട്ട് കൊടുക്കുന്നു, അവൻ കറങ്ങുന്നു, അവൻ നേരെ ടയറിലോട്ട് കൊടുക്കുന്നു, ടയർ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് അവൻ പോയി ഒരു ഇറക്കത്തിലെത്തുമ്പോൾ ബാറ്ററി ഫെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ആ ഇനേഴ്ഷ്യ കാരണം വണ്ടി പോവില്ലേ. ആ ഒരു കണ്ടീഷനിൽ ബാറ്ററി ഓൾറെഡി റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ SOC സ്റ്റേറ്റ് ഓഫ് ചാർജ് അല്ലെങ്കിൽ അവന്റെ ബാറ്ററി കപ്പാസിറ്റി താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറക്കത്തിൽ പോകുമ്പോൾ ബാറ്ററി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ കുറച്ചും കൂടെ നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഇറക്കത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി എന്തായാലും പോവാ. അപ്പൊ ആ ഒരു മോട്ടറിനെ നമുക്ക് ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മോട്ടറിനെ ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യിച്ചിട്ട് ആ ഒരു എനർജി എടുത്തിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യത്തില്ലേ? അപ്പോ എഫക്റ്റീവ്ലി ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ബാറ്ററിയിൽ നിന്ന് ലോഡിലേക്കായിരുന്നു ചാർജ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മുടെ മോട്ടറിനെ, അതായത് നമ്മുടെ ലോഡിനെ ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട്
ഫ്രം ലോഡ് ടു സോഴ്സ് ഒരു പവർ ഫ്ലോ നമുക്ക് പോസിബിൾ ആണ്. ഇതിനെയാണ് നമ്മൾ റീജനറേറ്റീവ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സംടൈംസ് നമുക്ക് നമ്മുടെ ആക്റ്റീവ് കമ്പോണന്റിനെ ഡെലിവറി ചെയ്യാനും പറ്റും, എനർജി അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ടാകും. ഓക്കെ, സോ ഒരു ആക്റ്റീവ് എലമെന്റ്, ഇപ്പോൾ റീജനറേറ്റീവ് കണ്ടീഷനെ പറ്റിയാണ് പറയുന്നത്. ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പവർ സിസ്റ്റം പഠിച്ചോളൂ. മനസ്സിലാക്കി വെക്കുക, റീജനറേറ്റീവ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ റീജനറേറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രം ലോഡ് ടു സോഴ്സ് പവർ ഫ്ലോ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റീജനറേറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ബൈ ഡയറക്ഷണൽ കൺവേർട്ടേഴ്സും പല എനർജി മാനേജ്മെന്റ് സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീജനറേറ്റീവ് കണ്ടീഷനൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് ആക്റ്റീവ് എലമെന്റ്സിനെ പറ്റിയാണ്. ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പവർ ഡെലിവറി ചെയ്യാൻ പറ്റുമെങ്കിൽ ആണ് അതിന്റെ ആക്റ്റീവ് എലമെന്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ വരുന്നത്.